ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പം സൺഡേ, ഇത് മൺഡേ അല്ലേ? മൺഡേ മോർണിംഗ് ഡേ 4. പിന്നെ 4ാമത്തെ ദിവസം ജമ്മുവിൽ 1ാമത്തെ ദിവസം. ജമ്മു എത്തിയിട്ടില്ല. ജമ്മുവിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി അതെ കുളിച്ചിട്ട് 4 ദിവസമായി. ഇപ്പോൾ 4 ദിവസം. അതെന്റെ പിന്നെ ഇപ്പൊ ചെറിയൊരു ട്രീ ബേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-10:30 ആകുമ്പോഴത്തേനും എത്തും. അതെ, അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരം. നെൽവിനെ ആദ്യമായിട്ടാണ് ഗ്രൂപ്പിന്റെ കൂടെ കിട്ടുന്നത്. സന്തോഷമുണ്ട്. എല്ലായിടത്തും വെള്ളത്തിലാവും. ഓക്കെ, ജമ്മുതാവിന്ന് ബ്ലോക്ക് ചെയ്യാം. ജമ്മുതാവിന്ന് ശ്രീനഗറിലേക്ക് ഡയറക്റ്റ് ടാക്സി എടുക്കാനാണ് ഇവിടെ. അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടി നോക്കാന്ന് ഓർത്തിട്ടാണ്. ബൈ ഗൈസ്. നെക്സ്റ്റ് വ്ലോഗ് ഇൻ ശ്രീനഗർ. ഹലോ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി. സ്കാമിന്റെ ഇടയിൽ കൂടെ ശ്രീനഗറിലേക്ക് ഇടയ്ക്ക് നെല്ലുവിനെ തട്ടിക്കൊണ്ടുവന്നു. ബാഗ് വെക്കും. ഇറങ്ങാൻ പറയാത്തൊരു ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ടാക്സി മൊത്തം കാണിച്ചിട്ട് പിന്നെ ഒരു വണ്ടി കിട്ടിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന പാമ്പിടിച്ച 200 രൂപ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഇറങ്ങണ്ട അവിടെ അല്ല കേട്ടോ, അവന് ഗേറ്റിലല്ല ഇറങ്ങണ്ട, അതാ അവൻ ചോദിച്ചു. ഞങ്ങള് ശ്രീനഗറിൽ ഇന്ന് രാത്രി എത്തും. എനിക്കൊന്ന് ജമ്മുതാവിൽ ഞങ്ങൾ ശ്രീനഗറിലേക്ക് ഒരു വണ്ടി കയറിയായിരുന്നു. പറഞ്ഞായിരുന്നു ടണൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കട. അതെ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടൊക്കെ പിടിച്ചു ഇങ്ങനെ ഇരിക്കുവാണ്. ഇന്ന് രാത്രി ഒരു വെറൈറ്റിയാണ് മറ്റേ ഉണക്കച്ചാണകം കത്തിച്ച്. ഉണക്കച്ചാണകം നമ്മൾ ചൂട് പിടിക്കുന്നത്. പിന്നെ ആ മരത്തിൻ്റെ ഇത് ഇല്ലേ, അതെ അതെ, നല്ല തണുപ്പുണ്ട്. 10 ഡിഗ്രി സെൽഷ്യസ്. അതെ, ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ശ്രീനഗർ എത്തും. ശ്രീനഗറിലെ ഡാലിലേക്കൊക്കെ ഫ്രോസൺ ആണെന്നാണ് ഡ്രൈവറൊക്കെ പറയുന്നത്. റൂമിൻ്റെ അവസ്ഥ നോക്കിയിട്ട് വേണം അടുത്ത പരിപാടി പിടിക്കാൻ. യെസ്, ശ്രീനഗർ. ഹായ് ഗൈസ്, അൽക്കൊയ്തേന്ന് വന്നിട്ടുണ്ട്. മെമ്പർഷിപ്പ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കാശ്മീരിലേക്ക് വ്ളോഗ് ഔട്ട് ആവുന്നതോടെ വീണ്ടും അൽക്കൊയ്തേക്ക് ഇറങ്ങി. അതെ, ഇപ്പൊ ഞങ്ങൾ കൊൽക്കത്തയിലാണ്. ബേസിക്കലി -3 ആണോ? 3 നംകട്ടി കുടിച്ചു. അല്ലെ, നംകട്ടി കുടിച്ചു. കഞ്ഞിവെള്ളമല്ലോ, ചായ. ഭയങ്കര തണുപ്പാണ്. ബേസിക്കലി ഞങ്ങളോട് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ജാവീദ് ബൈ. മച്ചാൻ പറഞ്ഞു ഇതൊന്നും ഒരു തണുപ്പല്ല, എനിക്കിപ്പോ 3 മണിയായിണ്ടാവും അല്ലേ? വെതറൊക്കെ കണ്ടോ? 6 o'clock 7 o'clock വൈബ്. ഇനി അടുത്ത ലിയോദാസിന്റെ ചായക്കട ചെന്ന് കോഫി ചായ വെച്ച് ഹോട്ടൽ മൂൺലൈറ്റ് ആൻഡ് റെസ്റ്റോറന്റ്. അതെ, എല്ലാവരും ഒരു ബായ് പറഞ്ഞു. ഇതിന്റെ കൂടെ പെണ്ണ് മാരി ഒരു സാധനം കിട്ടിയെന്ന് കേട്ടോ. ഇവിടെ നിന്ന് ഒട്ടിപ്പിടിച്ച് കൈ വരയ്ക്കുന്നടാ, പോട്രാ. Hi guys, we are right now in Srinagar. തണുപ്പാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഇച്ചിരി ഷിറ്റ് തണുപ്പാണ്. അതെ, തെർമല് കിട്ടു വന്നാൽ മതി. 2 ടീഷർട്ട് കൊണ്ട് വരാന്നുള്ള വൈബ്. അതെ, ചെക്കന്മാരതാ ഇവിടെ ടീഷർട്ട്സും പരിപാടിയൊക്കെ മേടിക്കാനുള്ള പരിപാടിയാണ്. മേടിച്ചില്ലേ? കഴിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ. ഭയങ്കര തണുപ്പാണ്. ഞങ്ങളിപ്പോൾ ബേസിക്കലി റൂമിലേക്ക് പോകാനുള്ള സെറ്റപ്പാണ്. ഞാനാണെങ്കിൽ പൊതച്ചുകൂടി സെയിം സംഘം റൂമിനെത്തിയിട്ട് ബാക്കി നോക്കാം. ബൈ ഗൈസ്. ഫസ്റ്റ് ഡേ ഇൻ ശ്രീനഗർ. fucking freezing. -4 ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല, എന്നാലും സർവൈവലാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡേ ഇൻ ജമ്മു, കാശ്മീർ. ശ്രീനഗർ.
ഇത് പ്ലാൻ ബേസിൽ സോനോമാർഗിൽ പോകണമെന്നാണ്. ഇപ്പൊ എനിക്കിതൊരു -4, -3, -2 ആ റേഞ്ചിലാണ് ഇപ്പൊ പരിപാടി നടക്കുന്നത്. ശ്രീനഗറിൽ ഇപ്പൊ -4 ഉണ്ട്. സോനമാർഗ് മേ ബി -10 വരെ പോവാം. പക്ഷെ ഒരു ലെവലിൽ ഇത് ഭയങ്കര എക്സ്ട്രീം ആണെങ്കിലും വേറെ ലെവലിൽ ഇത് ഭയങ്കര ഫണ്ണാണ്. കശ്മീരിലെ ദിവസം ഒന്ന് വാടോ, താൻ അവിടെ നിന്നോ. ശ്രീനഗറില് സോൻമാർഗിലേക്കാണ് അതെ ഫസ്റ്റ് സ്ഥലങ്ങളിലേക്കാണ്. ഈ ഹോട്ടലിന്റെ നേരെ ബാക്കിലാണ് നമ്മളെ പിന്നെ രാവിലെ ആലുപാട്ടിയെ കഴിച്ചു. ആലു പറാത്ത. അതെ -30യിലേക്കാണ്. സോമയിലൊക്കെ നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്നാണ് വണ്ടി വരുന്നത്. ഹായ് ഗൈസ്, ഞങ്ങളെങ്ങനെ സോൺമർഗിലെത്തി. എല്ലാരും ലൈഫിൽ ആദ്യമായിട്ടാണോ ബർഫ് കാണുന്നത്? അതെ, അങ്ങനെ ഞങ്ങൾ സ്നോ കണ്ടു. സ്നോഫാൾ ഒന്നും ഇല്ല, പക്ഷെ സ്നോ കണ്ടു. ഇത് കാണുന്നുണ്ടോ? അതാണ് സ്നോ. വെരി ബ്യൂട്ടിഫുൾ മൊമെന്റ്. പിന്നെ ഇവിടെ കുറെ ഗോഡകളും ബൂട്ടുകാരും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതിനുണ്ട് പെടല്. ഞങ്ങളുടെ ലീഡർ ഡൽഹി പറഞ്ഞ നടന്നു പോകാനേ ഉള്ളൂ. ഇതുകൊണ്ട് നടക്കാനുണ്ട്. അത് പറഞ്ഞില്ല, അതിപ്പോഴാണ് പറയുന്നത്. ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഓക്കെ, ടേക്ക് കെയർ, സീ യു ലേറ്റർ, ബൈ. ഹലോ, സോനഗറിൽ കയറാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കയറി. ഇപ്പം ഐസായി. ഗ്ലേഷ്യർ ഉരുകി വെള്ളം വരുന്ന സീനാണ് അത്. കാണാതിരിക്കും. അതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര എക്സ്ട്രീം വെള്ളമാണ്. ഞങ്ങൾക്ക് ഇറങ്ങണം. കുറച്ച് ഫോട്ടോയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഫുള്ള് മഞ്ഞിൻ്റെ കൊതി അങ്ങോട്ട് മാറി കിട്ടി. ആ വഴിയൊക്കെ നടന്നാൽ ഇനിയും ഒത്തിരി അകലെ പോകാം, പക്ഷെ വയ്യ, ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും. സൂര്യൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സൂര്യൻ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിൻഡ് വരാൻ തുടങ്ങി. അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ അതെ അതെ അതെ, ഭയങ്കര ലൈഫിൽ ആദ്യമായിട്ട് സ്നോ കണ്ടതിന്റെ സന്തോഷത്തിലാണ് എല്ലാരും. ലോകത്തിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്. അതെ അതെ അതെ, എല്ലാരും വാങ്ങോ. അതാണ് വ്യൂ ഉണ്ടോ മുകളില്? അതാണ് സാധനം. കുറുമ സംഘത്തിലെ മെമ്പർ ഇപ്പോഴും മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാരും എന്തെങ്കിലും പറയാം, എന്താ അഭിപ്രായം? അപ്പൊ കൈ ഇറക്കുന്ന മക്കളെ ചത്തുപോകും. ശരി എന്നാ.